ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മളെ ഇത്രയധികം സ്നേഹിച്ച, എല്ലാ കഷ്ടപ്പാടുകളിലും എല്ലാ വേദനകളിലും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, കരുതുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇത്രയധികം എന്നെ സ്നേഹിച്ചതിന്, ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നതിന്, എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്ത എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ഈശോയെ, എൻ്റെ എല്ലാ ഒറ്റപ്പെടലുകളിലും, എൻ്റെ എല്ലാ വേദനകളിലും സ്വന്തമായി എനിക്ക് ആരുമില്ല, എന്നെ പരിഗണിക്കാൻ ആരുമില്ല എന്നോർത്ത എൻ്റെ എല്ലാ വേദനകളിലും അങ്ങ് എന്നെ സ്വന്തമായി കണക്കാക്കിയതിന്, എന്നെ പരിഗണിച്ചതിന് അങ്ങയുടെ മഹത്വവും അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ അനശ്വരതയും അങ്ങയുടെ ആധിപത്യവും തന്ന് എന്നെ അനുഗ്രഹിച്ചതിന് നന്ദി പറയാം. ഈശോ, ഞാൻ അങ്ങയുടെ മകനാണ്, അങ്ങയുടെ മകളാണ്, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയാണ് ഞാൻ. പ്രഭാഷകൻ 17:17 ഇസ്രായേലിനെ സ്വന്തം അവകാശമായി അവൻ തിരഞ്ഞെടുത്തു. ഈശോയെ, എന്നെ ഏറ്റെടുക്കുന്നതിന്, എൻ്റെ കുടുംബത്തെ ഏറ്റെടുക്കുന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയാം. ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചേ. സ്വന്തമായൊന്നുമില്ല, സർവവും നിൻ ദാനം. സ്വസ്ഥമായി ഉറങ്ങിടാൻ സമ്പത്തിൽ മയങ്ങാതെ മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായ ഫലമെവിടെ. ഈശോയെ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നീ ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കരങ്ങളെ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ കൃപകൾക്കും ദാനങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. ഈശോയെ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന 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 ആരാധന. ഈശോയെ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന ആരാധന ആരാധന. ഈശോയെ, ഈശോയെ, ആരാധന ആരാധന.
ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഓരോ നിമിഷവും ഞങ്ങളെ സ്നേഹിച്ച് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളെ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. ഈ ആരാധനയുടെ അല്പസമയം നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയ്ക്കാണ് എല്ലാ ആരാധനയും, എല്ലാ മഹത്വവും, എല്ലാ സ്തോത്രങ്ങളും ഈശോയ്ക്ക് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, നന്മയാവട്ടെ പരീക്ഷണങ്ങളാവട്ടെ, എല്ലാം ഈശോ അനുവദിച്ചത് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കർത്താവേ, ഞാൻ അങ്ങയുടെ കൂട്ടവകാശിയാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞ വാക്ക്, ദൈവത്തിൻ്റെ അവകാശി, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശി. എൻ്റെ ഈശോയ്ക്ക് അവകാശപ്പെട്ടതെല്ലാം എനിക്കുണ്ട്. ഈശോ എന്നെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. അവിടുത്തെ മഹത്വം എനിക്ക് നൽകി, അവിടുത്തെ സ്നേഹം എനിക്ക് നൽകി, അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ചു. ഈശോയ്ക്ക് അവകാശമായതെല്ലാം എനിക്ക് തന്നു. ഒപ്പം തന്നെ ഈശോയ്ക്ക് കിട്ടിയ ചില സഹനങ്ങൾ, വേദനകൾ, ഒറ്റുകൊടുക്കുന്ന അനുഭവങ്ങൾ, കുരിശുമരണം, ഈശോൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും വേദനകളെയും ഈ സമയം മുതൽ അങ്ങനെ കാണാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചോട്ടെ. ഈ സഹനത്തിലും ഈ വേദനയിലും ഈ നൊമ്പരത്തിലും ഞാൻ അങ്ങയുടെ കൂട്ടവകാശിയായി തീരുകയാണെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് തരണമേ. നാളിതുവരെ ഉണ്ടായ സഹനങ്ങളിലും വേദനകളിലും എല്ലാം എന്നെ ചേർത്ത് പിടിച്ചതിന്, ഉയർത്തിയെടുത്തതിന്, കരം നീട്ടി പൊക്കിയെടുത്തതിന് ഈശോ ഞാൻ നന്ദി പറയുകയാണ്. എല്ലാ ആരാധനയും, എല്ലാ സ്തോത്രങ്ങളും, എല്ലാ ഹല്ലേലൂയായും എൻ്റെ ഈശോയ്ക്ക് മാത്രം. അങ്ങേ പോലെ അങ്ങേ ആരാധിക്കാൻ, അങ്ങേ സ്നേഹിക്കാൻ എൻ്റെ ഈശോ, അങ്ങല്ലാതെ എനിക്ക് മറ്റാരുമില്ല. സ്വർഗത്തിൽ അങ്ങല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്? ഭൂമിയിലും മറ്റാരെയും ഞാൻ തേടുന്നില്ല. ഈശോ, എല്ലാ നന്മകൾക്കും ഞാൻ നന്ദി പറയാണ്. സഹനങ്ങളെ ഓർത്ത് നന്ദി പറയാണ്. ആ സഹനത്തിലാണ് ഞാൻ അങ്ങേ കണ്ടത്. എല്ലാ സ്തോത്രവും ഞാൻ നിനക്ക് തരുന്നു, എല്ലാ ആരാധനയും ഞാൻ നിനക്ക് തരുന്നു. എനിക്ക് തന്ന എല്ലാം, എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എൻ്റെ ആരോഗ്യം, കഴിവ്, സൗന്ദര്യം, ഈശോ എല്ലാം ഐ ടോട്ടലി സബ്മിറ്റ്, ഐ ടോട്ടലി സറണ്ടർ. ഞാനെല്ലാം നിനക്ക് തന്ന് ഈശോയെ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ എൻ്റെ സ്വന്തമായി കരുതി നെഞ്ചോട് ചേർന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ നന്ദി. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും എൻ്റെ യേശുവിന്. അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിക്കുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. എല്ലാ ആരാധനയും എല്ലാ സ്തോത്രങ്ങളും എല്ലാ ഹല്ലേലൂയായും അങ്ങേക്ക് ഞാൻ തരികയാണ്. ഈ സ്നേഹം വർണ്ണിച്ചിടാൻ, ഈ സ്നേഹം പറഞ്ഞു തരാൻ ഈശോ എനിക്ക് വാക്കുകളില്ല. ചേർത്ത് നിർത്തുന്നതിന്, ഓരോ ദിവസവും മുന്നോട്ട് നയിക്കുന്നതിന് ഞാൻ നന്ദി പറയുകയാണ്. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ആ സ്നേഹവും ആ ആരാധനയും എല്ലാ മഹത്വവും ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ,
ഈശോയെ സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ, സ്തുതിയെത്ര ചൊന്നാലും മതിയാവില്ലേശുവേ. സ്വർഗാദി സ്വർഗവും അങ്ങേ പോലാവില്ലേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ, അങ്ങേ ആരാധിക്കുന്നേ, അങ്ങേ സ്നേഹിച്ചിടുന്നേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഈ സമയം ഞങ്ങളെ ആശീർവദിക്കുമ്പോൾ അങ്ങയുടെ കൃപ സമൃദ്ധമായി ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോ അങ്ങെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഈ മക്കളുടെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നിത്യജീവനെ നോക്കി പാർക്കുന്ന അങ്ങയുടെ മക്കൾ, ഈ ലോക ജീവിതത്തെക്കാൾ അപ്പുറമായി നിത്യജീവനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ ഈ ആരാധന സമൂഹത്തെ, ഈശോ ഇവരായിരിക്കുന്ന അവസ്ഥയിൽ ഇവരെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അങ്ങ് അവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ അങ്ങേ മാത്രം മുമ്പിൽ കാണുന്ന മക്കളാണ്. ഈ ലോക ജീവിതത്തിൻ്റെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങൾക്കേക്കാളും അപ്പുറം നിത്യജീവനെ നോക്കി പാർക്കുന്ന അങ്ങയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഗണമാണിത്. അങ്ങേ ആരാധിക്കാൻ ഇവർ വന്നത് കാര്യസാധ്യത്തിനല്ല, അങ്ങേ ആരാധിക്കാൻ ഇവർ വന്നത് അങ്ങയുടെ സ്നേഹം അറിഞ്ഞതുകൊണ്ടും ആ സ്നേഹത്തിൽ ഓരോ ദിവസവും അഭിവൃദ്ധിപ്പെടാനും അങ്ങെപ്പോലെ ആയിത്തീരാനും വേണ്ടിയിട്ടാണ്. അങ്ങ് അവരെ അങ്ങയുടെ ഛായയിൽ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചത്, അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചത്. അത് തിരിച്ചറിഞ്ഞ അങ്ങയുടെ വിലയുള്ള ഒരു ജനമാണിത്. ഈശോയെ, അങ്ങയുടെ അവകാശമായ അങ്ങയുടെ ജനം ഇവരങ്ങയെ സ്വന്തമായി കാണുന്നു. ഇവർക്ക് സ്വന്തമായതെല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ. ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, വേദനകൾ, കടബാധ്യതകൾ, ഈശോയെ എല്ലാം അങ്ങയുടേതാണ്, അങ്ങയുടെ അവകാശമാണ്. സൗഖ്യം നൽകണമേ, ശാന്തിയും സമാധാനവും നൽകണമേ. യോഹന്നാൻ 16:33 വചനത്തിൻ്റെ അഭിഷേകത്തിൽ പ്രാർത്ഥിക്കുന്നു, സമാധാനം സ്വീകരിക്കുക. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൃഷ്ടാവ്, നിങ്ങളുടെ കർത്താവ്, അവൻ ലോകത്തെ ജയിച്ചവനാണ്. അവൻ്റെ സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കാൻ ഉത്തേജനം നമുക്ക് നൽകും. അവൻ്റെ സ്നേഹം സർവകാര്യങ്ങളിലും വിജയം നൽകും. അവനെ മാത്രം നോക്കുക, അവനിൽ നിന്ന് കൃപ സ്വീകരിക്കുക. എല്ലാം കരുതുന്നവൻ നിന്റെ കൂടെയുണ്ട്. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിച്ച് മാലാഖമാരോട്, തിരുസഭയോട്, വിശുദ്ധ ഗണത്തോട് ചേർന്ന് ഈശോയുടെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും നീളവും ഉയരവും അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. എല്ലാ പ്രാർത്ഥനകളും ഈശോയെ കൊടുത്തുകൊണ്ട് സ്തുതിച്ചേ. നമ്മുടെ മാതാപിതാക്കളെ, ജീവിത പങ്കാളിയെ, മക്കളെ, കുടുംബത്തെ, വീട്ടിൻ്റെ അവസ്ഥകളെല്ലാം ഈശോയെ കൊടുത്തേ. നമ്മുടെ ജോലി മേഖലയിലെ സങ്കടങ്ങളെ, ക്രൈസിസുകളെ, നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെ, നമ്മുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളെ ഈശോയെ കൊടുത്തേ. നമ്മൾ ആർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നോ അവർക്ക് വേണ്ടിയെല്ലാം ഈ സമയം ഒരിക്കൽ കൂടി ഈശോയോട് ഹൃദയം തുറന്ന് ശക്തമായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, രോഗപീഠകളാൽ ക്ലേശിക്കുന്നവര്, സാമ്പത്തിക ക്ലേശങ്ങളാൽ ഞെരുങ്ങുന്നവര്, പൈശാചിക പ്രലോഭനങ്ങൾക്ക് വീണുപോയവര്, അകാരണമായ ഭയത്തിൽ വീണുപോയവര്, ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടു പോയവര്, ഈശോയെ വിശ്വാസത്തിൽ അകന്നുപോയവര്, കൂദാശയിൽ നിന്ന്, സഭയിൽ നിന്ന് അകന്നുപോയവര് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. കണ്ണുനീരുകളെ ഏറ്റെടുക്കണമേ, വേദനകളെ ഏറ്റെടുക്കണമേ, സങ്കടങ്ങളെ ഏറ്റെടുക്കണമേ. ഹൃദയത്തിന്റെ ആഴത്തിലുള്ള മുറിവുകളെ, കണ്ണുനീരുകളെ, കഴിഞ്ഞ കാലത്തിന്റെ കെട്ട ഓർമ്മകളെ, ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളെ,
ഈശോയെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന 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 ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം നമ്മൾ ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി എത്ര ചൊന്നാലും മതിയാവില്ല.